റമദാൻ കാലത്ത് നമ്മൾ എന്തെല്ലാം ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? റമദാൻ കാലത്ത് പൊതുവെ കണ്ടുവരുന്ന രണ്ട് പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാണ് തലവേദനയും മലബന്ധവും. ഈ പ്രശ്നങ്ങളുള്ളവർ പരമാവധി കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. പകരമായിട്ട് ഫൈബർ റിച്ചായ ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയും ചെയ്യുക. ഓട്സ് ആയാലും ഗോതമ്പ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇവയൊക്കെ ധാരാളമായി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. റമദാൻ കാലത്ത് ഭക്ഷണ രീതിയിൽ മാത്രമല്ല നമ്മുടെ ജീവിത രീതിയിലും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യായാമത്തിന് വളരെയധികം പങ്കുണ്ട്. വ്യായാമം നമ്മൾ തുടർച്ചയായി മറ്റു സമയങ്ങളിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യേണ്ട, പക്ഷേ വ്യത്യസ്തമായ സമയങ്ങളിൽ നമുക്ക് കുറേശ്ശെ വ്യായാമം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വ്യായാമം ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ അത്താഴത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് സ്ട്രെച്ചിങ് പോലെയുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇഫ്താറിന്, അതായത് നോമ്പ് തുറയുടെ 1 മണിക്കൂർ മുമ്പായിട്ട് നമുക്ക് നടത്തം പോലെയുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കഴിവതും യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ മാനസികമായ നിലവാരം ഉയർത്തുവാൻ അത് വളരെയധികം ഉപകാരപ്പെടും. കാരണം റമദാൻ എന്ന് പറയുന്നത്, പുണ്യ റമദാൻ എന്ന് പറയുന്നത് സാത്വിക ഭാവത്തിലൂടെ ഉള്ള ഒരു യാത്രയാണ്. അതിന് ഏറ്റവും സാത്വികമായ ഒരു മനസ്സ് നേടിയെടുക്കാൻ യോഗയ്ക്കും മെഡിറ്റേഷനും അങ്ങേയറ്റം സാധിക്കുമെന്ന് ആയുർവേദം പറയുന്നു.